ഡൽഹി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്കായുള്ള മന്ത്രിസഭാ സമിതിയുടെ നിർണായക യോഗം. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവർ പങ്കെടുക്കുന്നു. 12 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരരോട് ഭാരതം എന്ത് നിലപാടെടുക്കുമെന്ന് യോഗം തീരുമാനിക്കും. അതിനിടെ ഇന്ത്യ പാക് അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ ഡൽഹി LNJP ആശുപത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി S. ശ്രീകാന്ത് ചേരുന്നു ഡൽഹിയിൽ നിന്നും. ശ്രീകാന്ത്, നിർണായക യോഗമാണ് നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന യോഗം ആണ് നടക്കാൻ പോകുന്നത്. ഈ യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാനാണ് സാധ്യത? ശ്രീകാന്ത്. യോഗം ആണ് നടക്കാൻ പോകുന്നത്. ഈ യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാനാണ് സാധ്യത? ശ്രീകാന്ത്. അനിൽ നമ്പ്യാർ, ഈ അടിയന്തര CCS മീറ്റിംഗ് അത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന നടപടിയാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേരുന്നത്. യോഗം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. യോഗം ഏതാണ്ട് അരമണിക്കൂറിലധികം പിന്നിട്ടു എന്നുള്ളതാണ് വിവരം. സ്വാഭാവികമായും മുൻകാലങ്ങളിൽ ഉറിയിലും പഠാൻകോട്ടിലും പഹൽഗാമിലും ഉണ്ടായ ആക്രമണങ്ങൾ നമ്മുടെ മുന്നിലുള്ളതാണ്. അതിനുശേഷം CCS യോഗം ചേരുകയും എന്ത് മറുപടി നൽകണം ഇതിന് എന്ന തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നു. ഈ CCS മീറ്റിംഗിൻ്റെ ഉള്ളടക്കം എന്തായാലും പുറത്തേക്ക് വരില്ല എന്ന കാര്യം ഉറപ്പാണ്. അനുമാനങ്ങളും ഊഹാപോഹങ്ങളും മാത്രമായിരിക്കും CCS മീറ്റിംഗുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ വരാൻ പോകുന്നത്. അല്ലെങ്കിൽ സർക്കാർ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഒരു ബ്രീഫിംഗ് നടത്തുകയോ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയോ വേണം. അത് ഇപ്പോൾ ആ യോഗം തുടരുന്നു. നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന കാര്യം ഇപ്രകാരമാണ്. ഇത് ജെയ്ഷെ മുഹമ്മദ് ഇതിന് പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിയ പശ്ചാത്തലത്തിൽ ഭീകര സംഘടനകൾക്കെതിരായ നീക്കം ശക്തമാക്കാൻ ഈ CCS മീറ്റിംഗിൽ തീരുമാനമുണ്ടാകും. ഒപ്പം പാക് പങ്ക് ഇതിൽ വ്യക്തമാകുന്ന പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് മറ്റൊരു മറുപടി ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണുകയും വേണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ വരുന്നത്, അത് വളരെ 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 പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം ഈ ഭീകരരുടെ കൈവശം നേരത്തെ പൊട്ടിത്തെറിച്ച കാറല്ലാതെ മറ്റ് 2 കാറുകൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒരു കാർ, രണ്ടാമത്തെ കാർ ഡൽഹി രജിസ്ട്രേഷനിലുള്ള കാറാണ് എന്നിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നമ്പർ DL10CK 0458 ചുവന്ന എക്കോസ്പോർട്ട് കാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ആ നമ്പർ ഒരു തവണ കൂടി പറയാം. DL10CK 0458 ചുവപ്പ് ഇക്കോസ്പോർട്ട്, ഫോർഡ് ഇക്കോസ്പോർട്ട് കാറാണ് അത്. ഈ കാറിന് വേണ്ടി വ്യാപക തെരച്ചിൽ നടത്തുന്നുണ്ട്. അനിൽ നമ്പ്യാർ, ഓർക്കേണ്ടത് 300 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് കൂടി ഇനി പിടികൂടാനുണ്ട്. അത് ഈ ഭീകരരെ പിടികൂടിയ ഘട്ടത്തിൽ ഈ 300 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് കാണാനില്ല എന്ന കാര്യം തിരിച്ചറിഞ്ഞിരുന്നു. അതിനെ കണ്ടെത്താനുണ്ട്. 2 കാറുകളും കണ്ടെത്താനുണ്ട്, 2 ഭീകരരെയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് വരുന്ന സൂചനകൾ. അത് ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആദ്യം. പക്ഷേ ഇപ്പോൾ ആ കാറിൻ്റെ കാര്യത്തിൽ ഉറപ്പ് വന്നിരിക്കുന്നു. ഒരു കാർ, രണ്ടാമത് ഉള്ള ആ കാർ ഇക്കോസ്പോർട്ട്, ചുവന്ന ഇക്കോസ്പോർട്ട് കാറാണ്. ഡൽഹി രജിസ്ട്രേഷനാണ്. DL10CK 0458 എന്നാണ് അതിൻ്റെ നമ്പർ. ആശങ്ക വർദ്ധിക്കുകയാണ്. ഈ കാർ എവിടെ? ആ 2 പേർ ഈ കാറിനൊപ്പം തന്നെ സഞ്ചരിക്കുകയാണോ? കാണാതായ 300 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ഇവരുടെ പക്കൽ ഉണ്ടോ? അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയായി വരികയാണ്. ആശങ്കയുയർത്തുന്ന കാര്യമാണ്. ഏജൻസികൾ മുഴുവൻ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള ശ്രമം ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. ഒരു വശത്ത് CCS മീറ്റിംഗും പുരോഗമിക്കുന്നു. ശ്രീകാന്ത്, നേരത്തെ ചൂണ്ടിക്കാണിച്ചത് വലിയ ഗൗരവത്തോടെയല്ലേ കാണേണ്ടത്? അതായത് നോക്കൂ, ഈ 2 കാറുണ്ട്, മാത്രമല്ല അതിൽ ആളുകളുണ്ടോ, മിസ്സിംഗ് ആണ്, മാത്രമല്ല അതിൽ സ്ഫോടക വസ്തുക്കളുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ടും അതുമായി ബന്ധപ്പെട്ടൊരു വിവരവുമില്ല. അന്വേഷണ സംഘത്തെ ആശയക്കുഴപ്പത്തിലാക്കിയില്ലേ ഇത്? ഇതുവരെയായിട്ടും അതുമായി ബന്ധപ്പെട്ടൊരു വിവരവുമില്ല. അന്വേഷണ സംഘത്തെ ആശയക്കുഴപ്പത്തിലാക്കിയില്ലേ ഇത്? ഇതൊരു വലിയ ആശങ്ക ഉയർത്തുകയാണ് അനിൽ നമ്പ്യാർ. കാരണം ഡൽഹി രജിസ്ട്രേഷനിലുള്ള ഒരു ചുവന്ന ഇക്കോസ്പോർട്ട് കാർ, അതിൻ്റെ നമ്പർ അടക്കം കിട്ടിയിട്ടുണ്ട്. 2 പേർ കാണാനില്ല, 2 പേരെ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. 300 കിലോ അമോണിയം നൈട്രേറ്റ് കണ്ടെത്താനും കിടക്കുന്നു എന്ന് പറയുന്നു.
സ്വാഭാവികമായും അത് വലിയ വലിയ ആശങ്ക ഉയർത്തും. ഡൽഹിയിൽ സ്ഫോടന പരമ്പര ലക്ഷ്യമിട്ടിറങ്ങിയ ആളുകളുടെ കൈവശം ഇത് ഉണ്ടോ എന്നുള്ള സംശയം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് കണ്ടെത്തുന്നത് വരെ വല്ലാത്ത അവസ്ഥ തന്നെയായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാർ ഇല്ല എന്ന് നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ മറ്റ് അതുമായി ബന്ധപ്പെട്ട ആളുകളോ സ്ഥിരീകരിക്കേണ്ടതുണ്ട്, പോലീസോ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ഈ ഘട്ടത്തിൽ കിട്ടുന്ന വിവരത്തിൽ അതിൻ്റെ നമ്പർ അടക്കമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഒപ്പം ഒരു കാര്യം കൂടി ചേർത്ത് പറയാം അനിൽ നമ്പ്യാർ, ഈ ശ്രീനഗറിലെ SMHS ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന, അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ നിസാർ ഉൽ ഹസൻ. രാജ്യദ്രോഹ പ്രവർത്തനത്തിൻ്റെ പേരിൽ 2023 പുറത്താക്കപ്പെട്ടയാളാണ്. ഈ ഡോക്ടർ, അയാളൊരു ഡോക്ടറാണ്, ഈ സംഘവുമായൊക്കെ ബന്ധമുള്ളയാളാണ് എന്ന് പറയപ്പെടുന്നു. അയാളെ ഇപ്പോൾ ഏജൻസികൾ അന്വേഷിച്ചിറങ്ങിയപ്പോൾ കാണാനില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഇത് ആശങ്കയേറ്റുന്നതാണ്. വൈകാതെ തന്നെ ഏജൻസികൾക്ക് ഇതിൽ എന്തെങ്കിലും തുമ്പ് കണ്ടെത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായും അതുണ്ടാകണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന ആവശ്യവും. യെസ്, ഡൽഹി ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്കായുള്ള മന്ത്രിസഭാ സമിതിയുടെ നിർണായക യോഗം ഡൽഹിയിൽ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവർ പങ്കെടുക്കുന്നു. 12 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരരോട് ഭാരതം എന്ത് നിലപാട് എടുക്കുമെന്ന് യോഗം തീരുമാനിക്കും. അതിനിടെ ഇന്ത്യ പാക് അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ ഡൽഹി LNJP ആശുപത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. S. ശ്രീകാന്താണ് വിശദമായ വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും നൽകിയത്.